അതെ, കേരളത്തിന് മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവ്. ഇനി കാണുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം ഭരണകൂടത്തിന്റെ മുഖമായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷത്തിന്റെ കപ്പിത്താനാകുന്നതും കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്തിന്റെ നാക്കായിരുന്ന വി.ഡി. സതീശൻ ഭരണപക്ഷത്തിന്റെ ആൾരൂപമാകുന്നതുമാണ്. ശരിക്കും കാണാൻ പോകുന്നത് വീറുറ്റ രാഷ്ട്രീയ പോരാട്ടത്തിനായിരിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടങ്ങളിലൊന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനും തമ്മിലുള്ള വാക്കേറ്റങ്ങളും നിയമസഭയിലെ സംവാദങ്ങളും. ഇരുവർക്കും വ്യത്യസ്തമായ ശൈലികളാണുള്ളത്. അത് കേരള രാഷ്ട്രീയത്തെ പലപ്പോഴായി ചൂടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കാണാൻ പോകുന്നതാണ് പൂരം. ഇരുവരുടെ ശൈലികളിലെ വ്യത്യാസം കേരളം ഏറെ കണ്ടതാണ്. പിണറായി വിജയൻ ദീർഘകാലത്തെ പാർട്ടി പ്രവർത്തന പാരമ്പര്യമുള്ള കണിശക്കാരനായ ഭരണാധികാരി എന്ന നിലയിലാണ് അറിയപ്പെടുന്നത്. മറുപടികളിലെ ഗൗരവവും കടക്കുപുറത്ത് പോലുള്ള പദപ്രയോഗങ്ങളും പിണറായി ശൈലിയുടെ ഭാഗമാണ്. വി.ഡി. സതീശനാകട്ടെ വസ്തുതകളും കണക്കുകളും നിരത്തി സംസാരിക്കുന്ന കാര്യക്ഷമതയുള്ള പാർലമെന്റേറിയൻ. കൃത്യമായി ഗൃഹപാഠം ചെയ്ത് സഭയിലെത്തുന്ന സതീശൻ പിണറായിയുടെ കരുത്തുറ്റ പ്രതിരോധങ്ങൾ തകർക്കാൻ ആധുനിക രാഷ്ട്രീയ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. കെ ഫോൺ മുതൽ AI ക്യാമറ വരെയുള്ള വിഷയങ്ങളിൽ സതീശൻ ഉന്നയിച്ച ചോദ്യങ്ങൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ UDF-ന് പുതിയൊരു ഊർജം നൽകാൻ സതീശന് സാധിച്ചുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. ഇത് പിണറായിയുടെ രണ്ടാം ഊഴത്തിൽ ശക്തമായ വെല്ലുവിളിയായി മാറിയതും നാം കണ്ടു. ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയൻ ഏറ്റെടുക്കുമോ എന്ന ചോദ്യം പൊതുവെ ഉയർന്നിരുന്നു. CPM-ഉം മുന്നണിയും കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിൽ ഏറ്റവും പഴി കേട്ടതും പിണറായിക്കാണ്. മുന്നോട്ട് വെച്ച പ്രയോഗങ്ങളുമായി പാർട്ടിയിലും മുന്നണിയിലും വിമർശനങ്ങളുണ്ടായി. നീണ്ട 17 വർഷം CPM സംസ്ഥാന സെക്രട്ടറി പദം അലങ്കരിച്ച കരുത്തുമായാണ് 2016 ധർമ്മടത്തു നിന്ന് ജയിച്ച് പിണറായി മുഖ്യമന്ത്രി കസേരയിലെത്തിയത്. 2021 വീണ്ടും ജയിച്ച് നീണ്ട 10 വർഷക്കാലം കേരളം ഭരിച്ച ശേഷമാണ് പ്രതിപക്ഷ നിരയിൽ എത്തുന്നത്. തലമുറ മാറ്റം വേണ്ടെന്നും പരിചയവും കരുത്തും കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവിന്റെ റോളിൽ തിളങ്ങാൻ ഏറ്റവും യോഗ്യൻ പിണറായി തന്നെയെന്ന് പാർട്ടി വിലയിരുത്തി. തലമുറ മാറ്റം നല്ലതെങ്കിലും ഈ വേളയിൽ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ ഒതുക്കിയെന്ന വിലയിരുത്തലിന് കാരണമാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. VS-ന് ശേഷം ജനമാകെ ഇളകി ഇറങ്ങിയാണ് സതീശന് മുഖ്യമന്ത്രി പദം നേടിക്കൊടുത്തത്. തിങ്കളാഴ്ച മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വി.ഡി. സതീശൻ മുന്നോട്ട് വെക്കുന്ന പുതുയുഗം സാധ്യമാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേരളം കാത്തിരിക്കുന്നതും പുതിയ വികസനത്തിനായാണ്.